ആദ്യം തന്നെ പറയട്ടെ, ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഹെൽത്തി ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല. ഫുൾ കോതങ്കലത്തെ 99 ജ്യൂസ് അടിപൊളിയാട്ടോ. ഇടയ്ക്കൊക്കെ ചേട്ടൻ വരുമ്പോൾ ഞങ്ങൾ അവിടെ പോവാറുണ്ട്. പക്ഷേ നാളെ എന്തെങ്കിലും ജ്യൂസോ ഐസ്ക്രീമോ ആണ് കഴിക്കണേ. ഒരു രാത്രി 10 മണി വരെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ പോകാൻ ഞങ്ങൾക്ക് ബർഗറൊന്നും ഇവിടെ അങ്ങനെ വാങ്ങിക്കാറില്ലായിരുന്നു. കഴിഞ്ഞ തവണ പോയപ്പോൾ വാങ്ങിച്ചപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഈ തവണ കൂടി ഒന്ന് വാങ്ങി നോക്കിയതാണ്. നല്ല ചൂട് ബർഗർ കിട്ടും. പിന്നെ KFC ഒക്കെ വെച്ചുമ്പോൾ ഒരുപാട് വിലക്കുറവാണ്. ടേസ്റ്റിൽ ഇച്ചിരി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇതാണ് ഞാനവിടെ മേടിച്ചത് ഫലൂദ കേട്ടോ. കിച്ചൻ മേടിച്ചത് ഓറിയോ ഷേക്കും, ചേട്ടൻ മേടിച്ചത് സ്പാനിഷ് ഡിലൈറ്റും ആയിരുന്നു. ഇതായിരുന്നു കേട്ടോ എന്റെ ഫലൂദയാണോ ഫലൂഡയാണോ എന്താണെങ്കിലും ഇതായിരുന്നു. നിറയെ ഐസ്ക്രീമും ചിയാ സീഡും നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ കൂടി ആയിട്ട് നല്ല ഹെവി ഐറ്റം തന്നെയായിരുന്നു. ഒരു വലിയ ഗ്ലാസ് നിറയെ ഉണ്ടായിരുന്നു. കുറെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാനത് കഴിച്ചത്. മുംബൈയിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നും ഒരു ഫലൂദ കടയുടെ മുമ്പിൽ പോകുമ്പോൾ നോക്കിക്കൊണ്ടുപോയിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഇങ്ങനെ സേമിയൊക്കെ ഉണ്ടാവും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതിനകത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് തന്നെയല്ല കേട്ടോ, അടുത്ത ദിവസം പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനത് കഴിക്കുന്നത് ആദ്യമായിട്ട് കേട്ടോ. പക്ഷെ എനിക്ക് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ, ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അടുത്ത ഐറ്റം ചിക്കൻ പോപ്പ്. ഇത് ഞാൻ പലപ്പോഴും കടകളിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ഇത് വാങ്ങി കഴിച്ചിട്ടില്ല കേട്ടോ. KFC എന്നൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം ആദ്യമായിട്ട്. സാധനങ്ങളാട്ടോ ജസ്റ്റ് 5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എടുക്കാം. ശരിക്കും ഈ കല്യാണത്തിനൊക്കെ നമുക്ക് സ്റ്റാർട്ടറായിട്ട് കിട്ടുന്ന പോപ്കോൺ ഉണ്ടല്ലോ, സെയിം ആ ടേസ്റ്റ് ആയിട്ടോ എനിക്ക്. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം. സേബയുടെ ഫ്രണ്ട് റേച്ചൽ ഗിഫ്റ്റ് ചെയ്താണ് ഈ നൂഡിൽസ്. ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ടാണ്. ഇത് ബുൾഡാക്കിന്റെ ചീസി ഫ്ലേവർ ആയിരുന്നു കേട്ടോ. ഒരു ഹോട്ട് സോസും ഉണ്ടായിരുന്നു കൂടെ. പിന്നെ അറിയാലോ, നമ്മൾ സാധാ നൂഡിൽസിന്റെ ഷേപ്പേ അല്ല, കുറച്ച് റൗണ്ട് ആയിട്ട് നല്ല തിക്കായിട്ടുള്ള നൂഡിൽസ് ആയിരുന്നു. ശരിക്കും നല്ല ചീസി ഫ്ലേവർ ആണ്. ശരിക്കും ഒരു പാലിന്റെ ഒക്കെ ടേസ്റ്റ്. അത്രയ്ക്ക് എരിവൊന്നും പറയാനുണ്ടായി. ഇവിടെ ചോപ്സ്റ്റിക്കും കിട്ടുമല്ലോ, ഇന്ന് അവരൊന്ന് ചോപ്സ്റ്റിക്ക് പരീക്ഷിച്ച് നോക്കിയതാ. ആദ്യമായിട്ടാണ്, വന്നാലും അത്രയ്ക്ക് അങ്ങ് സക്സസ് ആയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ചോപ്സ്റ്റിക് പരീക്ഷിച്ച് കഴിക്കുന്ന വേറൊരു ഹോട്ട് നൂഡിൽസ് ആണ്. ഇത് അന്ന് തന്നെയായിരുന്നു. പക്ഷെ കിച്ചു ചോപ്സ്റ്റിക്കിൽ അടിപൊളിയായിട്ട് കഴിച്ചു. അവൻ യൂട്യൂബൊക്കെ നോക്കി വീഡിയോ കണ്ടിട്ടാട്ടോ ചോപ്സ്റ്റിക് എടുത്തു. പിന്നൊരു കാര്യം, ഈ ജങ്ക് ഫുഡൊക്കെ വല്ലപ്പോഴേ കഴിക്കാവുള്ളൂ കേട്ടോ. ഞങ്ങൾ ഈ വീഡിയോ ഇടുന്ന സമയങ്ങളിലൊക്കെ മാത്രമേ കഴിക്കാറുള്ളൂ. ജങ്ക് ഫുഡൊക്കെ സ്ഥിരം കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ ദോഷം.